It's alright. Hush. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. തുല്യത പ്ലസ് ടുവിൻ്റെ ഇംഗ്ലീഷ് ഒന്നാമത്തെ പാഠം പോയം എടുത്തു കഴിഞ്ഞു. ആർ എൽ സ്റ്റീവൻസിൻ്റെ ട്രാവൽ എന്ന് പറഞ്ഞ പോയം. ഇത് രണ്ടാമത്തെ പാഠമാണ്. പ്രസിദ്ധ എഴുത്തുകാരനായിട്ടുള്ള ജ്ഞാനപീഠം നേടിയ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ദ ഗിഫ്റ്റ് എന്ന് പറയുന്ന പാഠമാണ് ഇനി എടുക്കാനുള്ളത്. ഇനിയിപ്പോൾ വരുന്ന ഈ പുസ്തകത്തിലെ എല്ലാ പാഠങ്ങളും ഇതേപോലെ യൂട്യൂബിലേക്ക് എടുത്ത് ക്ലാസ് വേണമെന്ന് ആവശ്യപ്പെട്ട ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ചെയ്യും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഇംഗ്ലീഷിൻ്റെ ഗുഡ് ഇംഗ്ലീഷ് അത് എഴുതാനും വായിക്കാനും സംസാരിക്കാനും രീതിയിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ ഒരു മൊഡ്യൂളായിട്ട് അതും തന്നെ ഇതിൻ്റെ പുറകെ 1 by 1 ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു പാഠം മുഴുവനായിട്ട് ഒറ്റയടിക്ക് എടുക്കുകയാണ്. അത് സമയം നോക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമുക്ക് നേരിട്ട് പാഠത്തിലേക്ക് കിടക്കുകയാണ്. ഇത് എഴുതിയത് എസ്.കെ. പൊറ്റക്കാടാണ്. നമുക്ക് ടെസ്റ്റിനെ കേന്ദ്രീകരിച്ചാണ് സംസാരിക്കുന്നത്. ടെസ്റ്റിലെ ഇതൊരു നല്ല രസകരമായൊരു കഥയാണ്. ഇത് കഥയുടെ കണ്ടൻറ്റ് സാരാംശം പറയാം. അതിന് മുന്നേ എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച് സംസാരിക്കാം. എസ്.കെ. പൊറ്റക്കാട് ശങ്കരൻകുട്ടി പൊറ്റക്കാട് 1913 to 1982. Popularly known as S.K. Potttakad was a world-renowned Malayalam writer. He is chiefly remembered for his travel writings, which are filled with life-like presentation of men and manners. His literary works include novels, collections of short stories, anthologies of poems, travelogues, plays, collection of essays, and books based on his memoirs. He has won the Kerala Sahitya Akademi Award in 1961 for the novel Oru Theruvinte Katha, The Story of a Street, and the Jnanapith Award in 1980 for the novel Oru Deshathinte Katha, The Story of Lokale. His works have been translated into English, Italian, Russian, German, and Czech. Besides Indian language, his novel Oru Deshathinte Katha was made into a film. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നേ ഉള്ളൂ. അദ്ദേഹം മലയാളത്തിലെ ഫേമസ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദ ഗിഫ്റ്റ് എന്നുള്ള പറഞ്ഞ പാഠമാണ്. നേരം പാഠത്തിലേക്ക് നമുക്ക് പോകാം. പാഠത്തിൻ്റെ തുടക്കത്തിൽ ഇതാണ്: ഡെത്ത് കംസ് ടു അസ് ഓൾ വിതൗട്ട് അവർ കൺസെൻറ്റ്. മരണം നമ്മൾ അനുമതി കൂടാതെയാണ് വരുന്നത്. അത് എം.ടിയുടെ ഒരു പ്രസിദ്ധമായ ഡയലോഗുണ്ട്: മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. ഈ കോവിഡ് കാലത്ത് ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ ആർക്കാണ് രോഗം വരിക, ആരാണ് മരിക്കുന്നത് അറിയില്ല. അത്തരം ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഇത് കാണാം. ഡെത്ത് കംസ് ടു അസ് ഓൾ വിത്തൗട്ട് അവർ കൺസെൻറ്റ്. നമ്മുടെ അനുമതി ഇല്ലാതെയാണ് മരണം കടന്നു വരുന്നത്. ഇറ്റ് വോളണ്ടറിലി വിസിറ്റ്സ് എവരി വൺ വിതൗട്ട് പ്രയർ ഇൻഫർമേഷൻ. ഇതെന്തായാലും എല്ലാവരെയും സമീപിക്കും. മുൻ സമ്മതമില്ലാതെ ഇതെല്ലാവരെയും സമീപിക്കും മരണം. ഡസ് പുട്സ് ആൻ എൻഡ് ടു ദ വേൾഡ്ലി ലൈഫ്. ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നു നമ്മുടെ മരണം. ഈസ് ഇൻ വൺ വേ ആൻഡ് മേക്സ് അസ് ഇമ്മോർട്ടൽ ഇൻ അനദർ സെൻസ്. മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ അനശ്വരനാക്കുന്നു. മരിച്ചിട്ടും ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ, മഹാത്മാഗാന്ധി, ടാഗോർ, വിവേകാനന്ദൻ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ, നോവലിസ്റ്റുകൾ, ഫിലിം മേക്കേഴ്സ്, ഫിലിം ആക്ടേഴ്സ്, ഇവരൊന്നും മരിക്കുന്നില്ല. കാരണം ഇവരൊക്കെ ഇമ്മോർട്ടലാണ്, മരിച്ചിട്ടും ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അനശ്വരനായിട്ട് ഈ ലോകത്തിൽ നിലനിൽക്കാൻ പറ്റും. വി ഓഫൺ വിസിറ്റ് സെമിത്തേരീസ് ഫോർ ഓഫറിങ് ഫ്ലവേഴ്സ് ആൻഡ് പ്രേയേഴ്സ് ഫോർ അവർ കിത്ത് ആൻഡ് കിൻ. നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ സെമിത്തേരിയിൽ പുഷ്പചക്രങ്ങൾ അർപ്പിക്കാറുണ്ട്. അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദ മിയർ സൈറ്റ് ഓഫ് സെമിത്തേരി റിമൈൻഡ്സ് അസ് ദ ട്രാൻസിയന്റ് നേച്ചർ ഓഫ് ഹ്യൂമൻ ലൈഫ്. നമുക്കൊരു സെമിത്തേരി കാണുമ്പോൾ തന്നെ നമ്മളെ ഈ ക്ഷണികമായ ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തും. വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ഒരു ഓർമ്മപ്പെടുത്തൽ ഓരോ സെമിത്തേരി ഉണ്ടാവും. ഹിയർ ഇസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി വിച്ച് റിമൈൻഡ്സ് അസ്. ഇവിടെ ഒരു മനോഹരമായ ഒരു കഥയാണ്, ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. വിച്ച് റിമൈൻഡ്സ് അസ്, അത് ഓർമ്മപ്പെടുത്തുന്നത് ഓഫ് ദ ഇൻഎവിലിറ്റി ഓഫ് ഡെത്ത്. ഇൻഎവിറ്റബിലിറ്റി
ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മരണത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ആൻഡ് മേക്സ് അസ് റിയലൈസ്, നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു ഹൗ ഡെത്ത് ഇറ്റ് സെൽഫ് ക്യാൻ മേക്ക് വൺ ഇമ്മോർട്ടൽ. ഒരാൾ എങ്ങനെയാണ് മരണത്തെ നമ്മൾ അനശ്വരാക്കി മാറ്റി തീർക്കുന്നത് ഈ കഥ നമുക്ക് ഓർമ്മപ്പെടുന്നു. ഇതിനകത്ത് വരുന്ന കുറച്ച് ഫ്രേസ് പോലത്തെ വാക്കുകൾ ഞാൻ ആദ്യം വെറുതെ പറയട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. ഒന്ന് വന്നിട്ടുണ്ട് കിത്തേൻകിൻ, രക്തബന്ധമുള്ള ഉള്ളത്. ക്ലിയർ ആൻഡ് പ്ലസൻറ്റ്, ശാന്തവും സന്തോഷകരവുമായത്. മെൻ ആൻഡ് വിമൺ. എബ് ആൻഡ് ഫ്ലോ എന്ന് വെച്ചാൽ വേലിയിറക്കുന്ന താഴ്ച എന്നുള്ള അർത്ഥമുണ്ട്. നിയർ ആൻഡ് ഫാർ, അടുത്തതും അകലെയുള്ളത്. സാഡ് ആൻഡ് സോംബർ, ദുഃഖകരമായിട്ടുള്ള മങ്ങലോട് കൂടിയ. ഹിയർ ആൻഡ് ദർ, അവിടെയായി. ഡ്യൂക്സ് ആൻഡ് ലോർഡ്സ്, പ്രഭുവും രാജാക്കന്മാരും, പ്രഭുകുമാരിയും രാജാവും. ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, വെളിച്ചവും നിഴലും. ഇങ്ങനെ ഒരു പ്രയോഗം ഇതിനകത്ത് കാണാം. നിങ്ങളത് കണ്ടുപിടിച്ചാൽ മതി. ഞാൻ വായിക്കുന്ന ഇടയിൽ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങളൊന്നുകൂടി കണ്ടുപിടിച്ചാൽ മതി. ദ ഗിഫ്റ്റ്. ഇറ്റ് വാസ് എ ക്ലിയർ പ്ലസൻറ്റ് ഈവനിങ്. ഐ ഡ്രസ്ഡ് ആൻഡ് കെയിം ഔട്ട് ഓഫ് മൈ റൂം. ഇത് വളരെ മനോഹരമായ ഒരു സായാഹ്നമായിരുന്നു. പ്ലസൻറ്റ്, സന്തോഷകരമായ ഒരു സായാഹ്നമായിരുന്നു. ഐ ഡ്രസ്ഡ് ആൻഡ് കം ഔട്ട് ഓഫ് മൈ റൂം. ഞാൻ വസ്ത്രം ധരിച്ച് എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ദ റോഡ്സ് ഓഫ് റോം വെയർ ഫുൾ ഓഫ് പീപ്പിൾ. റോമിലെ റോഡിൽ മുഴുവനും ജനങ്ങളായിരുന്നു. മെൻ ആൻഡ് വുമൺസ്, പുരുഷന്മാരും സ്ത്രീകളും. ഡ്രസ്ഡ് ഇൻ എക്സ്പെൻസീവ് ക്ലോത്ത്സ്, വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ആൻഡ് സ്മാർട്ട് ചിൽഡ്രൻ ഫുൾ ഓഫ് ഗുഡ് ചിയർ ത്രോങ്ഡ് ദ സൈഡ് വാക്സ്. ഒപ്പം തന്നെ അവരെ കൂടെ കൈപിടിച്ചുകൊണ്ട് കുട്ടികളും ബഹളം ഉണ്ടാക്കി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദ ഈവനിങ് സൺറൈസ്, വൈകുന്നേരത്തെ സൂര്യകിരണങ്ങൾ. ദാറ്റ് ഫിൽട്ടേർഡ് ത്രൂ ദ ലീവ്സ് ഓഫ് ദ ട്രീസ്, മരങ്ങളുടെ ഇടയിലൂടെ ഫിൽട്ടേർഡ് അടിച്ചിട്ട് താഴോട്ട് മെല്ലെ ഊർന്നിറങ്ങി വരുന്നുണ്ട്. ദാറ്റ് ഷെയ്ഡഡ് ദ സൈഡ് വാക്സ് സം സീംഡ്, അതിൻ്റെ നിഴലുകൾ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ അതിൻ്റെ നിഴലുകൾ നമുക്ക് കാണാൻ പറ്റും. ടു ബി ഫോണ്ട്ലി ഹഗിങ് ദ എബ് ആൻഡ് ഫ്ലോ ഓഫ് ദ ലൈഫ് ഇൻ ദ സിറ്റി. ഈ സിറ്റിയിലെ കൗതുകരമായൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്ന, ജനങ്ങൾ ഇങ്ങനെ ഈ സായാഹ്ന സമയത്ത് ജനങ്ങൾ പോവുകയും വരികയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഒന്നാമത്തെ പാരഗ്രാഫ് ഇതാണ്. രണ്ടാമത്തെ പാരഗ്രാഫ്. ഐ അപ്രോച്ച്ഡ് എ ബസ് സ്റ്റോപ്പ്. ഞാനൊരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തി. വൺ ഓഫ് ദ empty circular buses that go around the city of Rome was approaching and I jumped onto it. empty circular എന്ന റൗണ്ട് കൂടിയാണ് ബസ് കടന്നു പോകുന്നത്. ദാറ്റ് ഗോ അറൗണ്ട് ദ സിറ്റി മൊത്തം ചുറ്റിക്കൊണ്ടാണ് പോകുന്നത്. റോമിലെ വാസ് അപ്രോച്ചിങ് ആൻഡ് ഐ ജംപ്ഡ് ഓൺ ടു ഇറ്റ്. എൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാനത് ചാടിക്കയറി. ഐ ഹാഡ് ഹേർഡ് ദാറ്റ് ദ ടോംബ് ഓഫ് ദി ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഷെല്ലി. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവിയുടെ ഷെല്ലിയുടെ ടോംബ് ശവകുടീരം. നമുക്ക് ഡൽഹിയിൽ പോയാൽ ഇഷ്ടംപോലെ ടോംബുകളുണ്ട്. കുത്തബ്മിനാർ പോയാൽ കാണാം ടോംബ്, അതേപോലെ തന്നെ താജ്മഹൽ പോയാൽ അവിടെ കാണാം. എല്ലാം ഒരുപാട് ടോംബുകൾ കാണാം. ടോംബ് ശവകുടീരം. ടോംബ് ഓഫ് ദ ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഷെല്ലി വാസ് സംവെയർ ഓൺ ദ MD ബസ് റൂട്ട്. MD ബസ് റൂട്ടിൻ്റെ എവിടെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഷെല്ലിയുടെ ഉള്ളത്. ദ കണ്ടക്ടർ കെയിം നിയർ മീ. കണ്ടക്ടർ എൻ്റെ അടുത്ത് വന്നു. വിത്ത് ഹിസ് ടിക്കറ്റ് ബുക്ക് ഓപ്പൺഡ്. അയാളെ ടിക്കറ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് തുറന്നു. എൻ്റെ ആസ്കഡ് എന്നോട് ചോദിച്ചു വെയർ ടു എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഇൻ സൈൻ ലാംഗ്വേജസ്, ആംഗ്യത്തിലൂടെയാണ് ചോദിച്ചത്. സെമിത്തരി. ഐ റിപ്ലൈഡ്, എനിക്ക് സെമിത്തരിയിലാണ് പോകേണ്ടത്. ഹോൾഡിങ് ഔട്ട് ഹാവ് എ കപ്പിൾ ഓഫ് നോട്ട്സ്. 2 നോട്ട് പിടിച്ചുകൊണ്ട് ഞാൻ അയാളെ അങ്ങനെ പറഞ്ഞു. അടുത്ത പാരാഗ്രാഫ്. ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് ടു പാസ് ടൈം ഇൻ ദ ബസ്സസ് റോം. ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് ടു പാസ് ടൈം സമയം കളയുന്നില്ല. റോമിൽ ബസ്സിൽ സമയം കളയുന്നില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. സമയം പോകുന്ന അറിയില്ല. വേരിയസ് സ്റ്റോൺ മാൻഷൻസ് ലൈൻഡ് വിത്ത് ദ റോഡ്സ്. വലിയ ഇഷ്ടംപോലെ സ്റ്റോൺ മാൻഷൻസ്, കല്ലുകൾ കൊണ്ട് പണിത ഒരുപാട് കൊട്ടാരങ്ങൾ നമുക്ക് കാണാൻ പറയും. ലൈൻഡ് വൈഡ്, വിശാലമായ റോഡിൽ ലൈനായിട്ട് കിടക്കുന്നുണ്ട്. മാർബിൾ സ്റ്റാച്യൂസ് സീംഡ് ടു ബെക്കൺ. മാർബിളിൻ്റെ സ്റ്റാച്യൂസ്, പ്രതിമകൾ നമ്മളെ ബെക്കണ്ട്, മാടി വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടിയിട്ട്. വൺ വിത്ത് എ റിക്വസ്റ്റ് ടു സ്റ്റോപ്പ് ആൻഡ് എൻജോയ് ദിയർ ബ്യൂട്ടി. ഒരാളവിടെ നിർത്തിയതിന് ശേഷം അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി, നമ്മളെ അവിടെ നിന്ന് സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. അത്തരം ഗാർഡൻ സറൗണ്ടഡ് ദ ഹോൾ പ്ലേസ്. എല്ലാ ഭാഗത്തും ഗാർഡൻസ്, പൂന്തോട്ടം ഇങ്ങനെ ചുറ്റപ്പെട്ടിരിക്കേണ്ട എല്ലാ ഭാഗത്തും. അതിൻ്റെ ടൈം ഫ്ലൂ പാസ്റ്റ് വിത്തൗട്ട് വൺ ബീങ് അവെയർ ഓഫ് ഇറ്റ്. ഒരാൾക്ക് അയാളുടെ സമയം എങ്ങനെയാണ് കടന്നു പോകുന്നത് അയാൾക്ക് ബോധം തന്നെ ഉണ്ടാവില്ല ഈ ഒരു കാഴ്ച കാണുമ്പോൾ. സൂൺ ദ കണ്ടക്ടർ കെയിം നിയർ മീ. പെട്ടെന്ന് കണ്ടക്ടർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ടച്ച്ഡ് മീ ഓൺ ദ ഷോൾഡർ തൊട്ടു ആൻഡ് സെഡ് സെമിത്തറി. I alighted from the bus. സെമിത്തറി എന്ന് പറഞ്ഞപ്പോൾ I alighted from the bus. ഞാൻ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി. അടുത്ത പാരഗ്രാഫ്.
ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹ്യൂജ് വാൾ. ഞാൻ എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു വലിയൊരു മതിൽ കണ്ടു. ദാറ്റ് ഡിഡ് നോട്ട് സീം ടു ഹാവ് എനി എൻഡ്. അതിനൊരു അവസാനമില്ലാത്ത ഒരു ചുമരാണ് ഞാൻ കണ്ടത്. ഐ സ്ലോലി വാക്ക്ഡ് ടുവേർഡ്സ് ദ എൻട്രൻസ് ഓഫ് ദ സെമിത്തരി. ഞാൻ മെല്ലെ പതുക്കെ ആ സെമിത്തരിയുടെ പ്രവേശന കവാടത്തിലേക്ക് നടന്നു. എൻട്രൻസ് ഓഫ് ദ സെമിത്തരി. ദർ വാസ് എ ഗാർഡൻ ഓഫ് കൺസിഡറബിൾ സൈസ് അറൗണ്ട് ദ സെമിത്തരി. അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഒരു അനുയോജ്യമായ സെമിത്തരിക്ക് അനുയോജ്യമായ ഒരു പൂന്തോട്ടം അവിടെ ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ സൈഡ്, അതിൻ്റെ ഒരു വശം ഗാർഡൻ, ഒരു വശം അതിൻ്റെ പൂന്തോട്ടമായിരുന്നു, ഗാർഡൻ ആയിരുന്നു. ദർ വെയർ വുമൺ ആൻഡ് ഗേൾസ് സ്റ്റാൻഡിങ് നിയർ ഹീപ്സ് ഓഫ് ഫ്ലവേഴ്സ്. ആ സെമിത്തരിയുടെ മുമ്പിൽ സ്ത്രീകളും കുട്ടികളും ഒരുപാട് പൂക്കൾ കൊണ്ടുള്ള ബൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഹിയർ ആർ ഫ്രഷ് ഫ്ലവേഴ്സ് ടു ഓഫർ ടു മെമ്മറി ഓഫ് യുവർ നിയർ ആൻഡ് ഡിയർ. ഹിയർ ആർ ഫ്രഷ് ഫ്ലവേഴ്സ്, വളരെ ഫ്രഷ് പുതിയ പൂക്കളാണ് നിങ്ങളുടെ നിയർ ആൻഡ് ഡിയേഴ്സ്, നിങ്ങളുടെ ബന്ധക്കാർക്കും അടുപ്പക്കാർക്കും സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കയ്യിലുള്ളത് ഏറ്റവും പുതിയ പൂക്കളാണെന്ന് അവർ പറയുകയാണ്. വൺ ഓഫ് ദീസ് ഗേൾസ് പോയിൻറ്റഡ് ടുവേർഡ്സ് ഹെർ കളക്ഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് സ്മൈൽഡ് അറ്റ് മീ. എന്നോട് ഒരു ചെറിയ പെൺകുട്ടി അവളുടെ പൂക്കളെ കളക്ഷൻ കാണിച്ചു കൊടുത്ത് എന്നോട് ചിരിച്ചു. I was tempted by the freshness of the flowers. I was tempted. ഞാൻ പ്രചോദനായി, ഞാൻ വാങ്ങുന്ന ടെംപ്റ്റേഷനായി, വാങ്ങാനുള്ള പ്രേരണ ഉണ്ടായി അത് കണ്ടപ്പോൾ. ദ മാജിക് ഓഫ് എ സ്മൈൽ ആൻഡ് മൈ ഡീപ്പ് റെസ്പെക്ട് ഫോർ ഷെല്ലി. ദ മാജിക് ഓഫ് എയർ, അവളുടെ സന്തോഷകരമായ പുഞ്ചിരിയും അതേപോലെ തന്നെ ഷെല്ലിയോടുള്ള ഇഷ്ടവും കൂടെ വന്നപ്പോൾ എനിക്ക് ആ പൂവ് വാങ്ങേണ്ടി വന്നു. I extend my hand and said, one bouquet please. ഒരു ബൊക്കെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. എ സ്മോൾ വൺ, ചെറുത് മതി. ഷീ ടുക്ക് വൺ ഫ്രം ഹെർ ബാസ്ക്കറ്റ്. അവളുടെ കൊട്ടയിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ഷുക്ക് ഓഫ് ദി ഡ്രോപ്സ് ഓഫ് വാട്ടർ ക്ലിങ്ങിങ് ടു ഇറ്റ്. അതിനകത്തുള്ള വെള്ളം കുടഞ്ഞുകൊണ്ട് ഇറ്റ് ഹാൻഡഡ് ഇറ്റ് ടു മീ. എനിക്ക് അങ്ങോട്ട് കൈമാറി. ഹൗ മച്ച് ഐ ആസ്ക്ഡ്. എത്ര പൈസയെന്ന് ഞാൻ ചോദിച്ചു. 150 ലിറ, 150 രൂപ. ലിറ എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോമിലെ നാണയത്തിൻ്റെ പേരാണ്. കെയറിങ് ദ ബൊക്കേഡ് നടന്നു. ഐ വാക്ക്ഡ് ടുവേർഡ്സ് ദ എൻട്രൻസ് ഓഫ് ദ സെമിത്തരിയുടെ എൻട്രൻസിലേക്ക് ഞാൻ മെല്ലെ നടന്നു നീങ്ങി. ആസ് എ മാൻ ഇൻ ആർമി യൂണിഫോം വാസ് സ്റ്റാൻഡിങ് നിയർ ദ എൻട്രൻസ്. ആർമി യൂണിഫോം ഇട്ട ഒരാൾ അവിടെ പ്രവേശന എൻട്രൻസിലുണ്ട്. ഐ ആസ്ക്ഡ്, ഞാൻ അയാളോട് ചോദിച്ചു, വെർ കൻ ഐ ഫൈൻഡ് ദ ടോംബ് ഓഫ് ഷെല്ലി ദ ഇംഗ്ലീഷ് പോയറ്റ്. ഇംഗ്ലീഷ് കവിയായ ഷെല്ലിയുടെ ടോംബ്, ശവകുടീരം എനിക്ക് എവിടെ കാണാൻ പറ്റും? വെർ ക്യാൻ ഐ ഫൈൻഡ്, എനിക്ക് എവിടെ കണ്ടെത്താൻ കഴിയും? ഹീ ഡിഡ് നോട്ട് സീൻ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. ഹൗ എവർ, എന്നിരുന്നാലും ഹീ എൻകൗണ്ടേർഡ് വിത്ത് മീ എ ക്വസ്റ്റ്യൻ. എൻകൗണ്ടേർഡ് സമാഗമം, എൻ്റെ അടുത്ത് വന്നുകൊണ്ട്, എൻ്റെ ഫേസ് ടു ഫേസ്. എൻകൗണ്ടേർഡ് ഒരു ചാനൽ പരിപാടിയില്ലേ, എൻകൗണ്ടർ. അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു, ആർ യു ഫ്രം ഇന്ത്യ? നിങ്ങൾ ഇന്ത്യക്കാരനാണോ? യെസ് ഐ നോഡഡ് എന്ന് വെച്ചാൽ ഞാൻ തലയാട്ടി. ഐ ഹാവ് ലീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് വാർ. അപ്പോൾ അയാൾ പെട്ടെന്ന് പറയാണ്, ഐ ഹാവ് ലീവ്ഡ് ഡ്യൂറിങ് ഇന്ത്യ വേൾഡ് യുദ്ധസമയത്ത് ഞാൻ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഹീ സെഡ് വിത്ത് എ പ്രൗഡ് സ്മൈൽ. ഭയങ്കര ഒരു അഹങ്കാരത്തോടു കൂടി, ഭയങ്കര ഒരു അഭിമാനത്തോടു കൂടി അയാൾ പറഞ്ഞത്. ആസ് ഇഫ് ഹി ഹാഡ് ഡൺ സംതിങ് ഗ്രേറ്റ്. അയാൾ എന്തോ മഹനീയമായ കാര്യം ചെയ്ത പോലെ അത്ഭുതത്തോടെ ഞാൻ ഇന്ത്യയിലുണ്ടായിരുന്നു, ഇന്ത്യക്കാരൻ എന്നല്ലെങ്കിൽ എന്നെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ്. I had seen so many Italian prisoners of war that they were no longer a novelty for me. ഞാൻ അന്ന് ഒരുപാട് യുദ്ധസമയത്തുള്ള ഒരുപാട് പ്രശ്നേഴ്സിനെ, തടവുകാരെ, ഇറ്റാലിയൻ തടവുകാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് കണ്ടിട്ട് വലിയ അത്ഭുതം തോന്നിയില്ല. rather I felt pity ഫോർ ദിസ് കാക്കി ക്ലേഡ്. എനിക്ക് ഇയാളെ കണ്ടപ്പം കാക്കി ക്ലേഡ്, ഈ കാക്കി എടുത്തിട്ട് ഇയാളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ദയനീയത തോന്നി അയാളോട്. അയാളുടെ ഈ വർത്തമാനം കേട്ട്. കാക്കി ക്ലാഡ് പേഴ്സൺ ഹു ഹാഡ് ബീൻ ഫോഴ്സ്ഡ് ടു വാച്ച് ഓവർ എ പ്രിസൺ ഫോർ ദ ഡെഡ്. മരിച്ചവരുടെ ആത്മാക്കളുടെ ശരീരം കാണുന്നതിന് വേണ്ടിയിട്ട് ഫോഴ്സ്ഡ് ടു വാച്ച് ഓവർ, അവിടെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അടുത്ത പാരാഗ്രാഫ്. ഹൈഡിങ് മൈ റിയൽ ഫീലിംഗ്. ഞാൻ എൻ്റെ യഥാർത്ഥമായിട്ട് വികാരം മറച്ചു വെച്ചു. ഐ സ്മൈൽഡ്, ഞാൻ ചിരിച്ചു. ആൻഡ് റെസ്പോണ്ട് ഞാൻ ചോദിച്ചു, ഓ ഐ ആം ഗ്ലാഡ് ടു മീറ്റ് യു. ഞാൻ നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഐ ഗ്ലാഡ് ടു മീറ്റ് യു. ക്യാൻ യു ടെൽ മീ വെയർ ഐ ക്യാൻ ഫൈൻഡ് ദ ടോംബ് ഓഫ് ഷെല്ലി ദ ഇംഗ്ലീഷ് പോയറ്റ്. ഇംഗ്ലീഷ് പോയറ്റായിട്ട് പിന്നെ കവിയായിട്ട് ഷെല്ലിയുടെ ശവകുടീരം ടോംബ് എനിക്ക് എവിടെ കാണാൻ കഴിയും, പ്ലീസ് ഒന്ന് പറഞ്ഞുതരൂ ചോദിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഹി തോട്ട് ഫോർ സം ടൈം. അയാൾ കുറച്ച് സമയം ചിന്തിച്ചു. ആൻഡ് ഷുക്ക് ഹിസ് ഹെഡ്, അയാൾ തലയാട്ടി. ഇറ്റ് ഈസ് നോട്ട് ഹിയർ, അത് ഇവിടെ അല്ലല്ലോ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ പ്രൊട്ടസ്റ്റൻ്റ് സെമിത്തേരി. അത് പ്രൊട്ടസ്റ്റൻ്റ് സെമിത്തേരിയിലാണ് ഷെല്ലിയുടെ ശവകുടീരം
കുടിയിലുള്ളത്. ഇറ്റ് ഈസ് ഓൾ സം ഡിസ്റ്റൻസ് ഫ്രം ഹിയർ. ഇറ്റ് ഈസ് അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം ഹിയർ. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഐ സ്റ്റുഡ് ദെയർ വിത്ത് ദ ബൊക്കെ ഇൻ ഹാൻഡ്. ഞാൻ ബൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നുപോയി. മൈ ഫേസ് റിഫ്ലക്റ്റിംഗ് മൈ ഡിസപ്പോയിൻമെൻറ്റ്. എൻ്റെ മുഖത്തിൽ അതിൻ്റെ നിരാശ ഉണ്ടായിരുന്നു. ഇനി അവിടെ ദൂരെയാണ് സെമിത്തേരിയിൽ ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ. നെക്സ്റ്റ് പാരഗ്രാഫ്. തിങ്കിങ് ഓഫ് ലീവിങ് ബൈ ദ വെരി നെക്സ്റ്റ് ബസ്. അടുത്ത ബസ്സിനെ പെട്ടെന്ന് അവിടെ നിന്ന് വിടാൻ തീരുമാനിച്ചു. ഐ സ്റ്റാർട്ടഡ് മൂവിങ് അവേ ഫ്രം ദ മാൻ. ഞാൻ പോകാൻ തുടങ്ങുമ്പോൾ, മൂവിങ് അവേ അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ, ഫ്രം ദ മാൻ സഡൻലി ഐ റിമെമ്പേർഡ് ദാറ്റ് സിമിത്തേരീസ് വുഡ് ബി ക്ലോസ്ഡ് അറ്റ് ദ സൺസെറ്റ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, സൺസെറ്റ്, സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ എല്ലാ സെമിത്തേരിയും അടച്ചു പോകും. അപ്പോൾ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല. നൗ ഷുവർ ഓഫ് വാട്ട് ടു ഡു നെക്സ്റ്റ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ ഓർമ്മ മനസ്സിലായില്ല. ഐ സ്റ്റുഡ് ദെയർ ഫോർ എ വൈൽ. ഞാൻ കുറച്ച് നേരം അവിടെ തരിച്ച് നിന്നുപോയി. Quite a few people, their faces sad and somber. വളരെ ദുഃഖകരമായ മങ്ങലോട് കൂടിയ മുഖവുമായിട്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആംഡ് വിത്ത് ബൊക്കെ ആൻഡ് ഫ്ലവേഴ്സ് ടു ബി ഓഫേർഡ് ടു ദ മെമ്മറി ഓഫ് ദെയർ നിയർ ആൻഡ് ഡിയർ. അവിടെ നിയർ ആൻഡ് ഡിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഓഫേഴ്സ്, പ്രയർ ആൻഡ് ഫ്ലവേഴ്സ്, പ്രാർത്ഥന നടത്താനും പുഷ്പ അർപ്പിക്കാനും അങ്ങോട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. ക്യാപ്റ്റ് ഗോയിങ് ടു ദ സെമിറ്ററി. അവർ ഗോയിങ് ടു ദ സെമിറ്ററിയിലേക്ക് വരികയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഐ പീപ്ഡ് ഇൻ ത്രൂ ദ ഡോർ ദാറ്റ് വാസ് അജാർ. അല്പം തുറന്നൊരു വാതിലിനിട, അജാർ അല്പം തുറന്ന ഒരു വാതിലിനിടയിലൂടെ ഞാൻ മെല്ലെ പീപ്പിൾ ഒളിച്ചു നോക്കി. ദ കാം ആൻഡ് ദ സ്പ്രെഡ് ഔട്ട് സെറ്റിംഗ് ഓഫ് ദ സെമിത്തറി അട്രാക്റ്റഡ് മീ. ആ സെമിത്തറിയുടെ ശാന്തതയും സമാധാനവും എന്നെ മെല്ലെ അങ്ങോട്ട് അട്രാക്റ്റഡ് മീ, എന്നെ അങ്ങോട്ട് ആകർഷിച്ചു. It seemed as if the cemetery was the bridal room of death. ഇത് പ്രധാനപ്പെട്ട വരിയാണ്. ഇറ്റ് സീംഡ്, തോന്നി. എന്ത് തോന്നി? ദ സെമിത്തറി വാസ് ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ ബ്രൈഡൽ റൂമാണ് ഈ സെമിത്തറി എന്ന് പറഞ്ഞാൽ, ശ്മശാനം എന്ന് പറഞ്ഞാൽ. ക്യാരിങ് ദ ബൊക്കെ ദാറ്റ് ഐ ഹാഡ് ബോട്ട്. ഞാൻ ബൊക്കെ പിടിച്ചു. ഐ സ്ലോലി എൻറ്റേർഡ് ദ സെമിത്തറി. ഞാൻ എന്നിട്ട് ബൊക്കെ പിടിച്ചുകൊണ്ട് ഞാൻ മെല്ലെ സെമിത്തറിയിലേക്ക് എൻ്റർ ചെയ്തു, മെല്ലെ നടന്നുപോയി. അടുത്ത നെക്സ്റ്റ് പാരഗ്രാഫ്. I felt I was slowly slipping away from the land of the living. എനിക്ക് തോന്നി I was slowly slipping away from. ഞാൻ പതുക്കെ അവിടുന്ന് തെന്നി മാറി അങ്ങോട്ട് പോവുകയാണെന്ന് തോന്നി. The land of the living as I stepped into the fort. ഞാൻ ആ ഫോർട്ടിലേക്ക് മെല്ലെ നടന്നു നീങ്ങി. That was the final resting place of Romans. ആ സെമിത്തേരി എന്ന് പറഞ്ഞാൽ ഫൈനൽ റെസ്റ്റിംഗ്, ഏറ്റവും അന്ത്യശ്വാസം, അവസാനം വലിച്ചതിന് ശേഷം അവസാന നിദ്ര കുടികൊള്ളുന്ന ആ സ്ഥലമാണ് റോമിലുള്ള ആ സെമിത്തേരി. ഇപ്പമുള്ള ആൾക്കാരുടെ പീപ്പിൾ കുഡ് ബി സീൻ ഫ്ലിറ്റിംഗ് ബൈ ഹിയർ ആൻഡ് ദെയർ. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ലൈക്ക് കളേർഡ് ഷാഡോസ്, കളർ അവിടെ വിവിധ വർണ്ണങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ നിഴലുകൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. എ വെറൈറ്റി ഓഫ് ഫ്ലവറിംഗ് ട്രീസ് സ്റ്റുഡ് ഗോഡ് ഓവർ ദ ടോംബ് സ്റ്റോൺസ്. വളരെ വ്യത്യസ്തമായ ഒരു പൂവുള്ള ഒരു മരം ഞാൻ അവിടെ ഈ സെമിത്തേരിൻ്റെ അവിടെ കണ്ടു, സ്റ്റോണിൻ്റെ അടുത്ത് കണ്ടു. ദ ബോസ് ഓഫ് ദീസ് ട്രീസ് മെയ്ഡ് സ്ലോ മൂവ്മെൻറ്റ്സ് ദാറ്റ് റിവർബറേറ്റഡ് ഡീപ്പ് സൈ. അതിൻ്റെ മരത്തിൻ്റെ മൂവ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ റിവർബറേറ്റഡ്, മുഴങ്ങിക്കൊണ്ടിരിക്കുക. എന്തിൻ്റെ ബോന്ന് വെച്ചാൽ വൃക്ഷമാണ്. വൃക്ഷത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിൽ നീങ്ങുമ്പോൾ അതിൻ്റെ ശബ്ദം ഇങ്ങനെ വലിയൊരു ശ്വാസം പോലെ ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഡീപ്പ് സൈസ്, ഒരു അഗാധമായൊരു ശബ്ദം, ശ്വാസം പോലെ അതിൻ്റെ ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഐ കുഡ് സീ ലോങ് സീമിംഗ്ലി എൻലെസ് റോസ് ഓഫ് ടോംബ് സ്റ്റോൺസ്. എനിക്ക് കാണാൻ കഴിഞ്ഞു ലോങ്, വളരെ നീണ്ടു കിടക്കുന്ന, സീമിംഗ്ലി എൻലെസ് റോസ് ഓഫ് ടോംബ് ആൻഡ് സ്റ്റോൺ. ഒരുപാട് ശവകുടീരങ്ങൾ, ഒരുപാട് അവസാനിക്കാത്ത നിരകൾ എനിക്കിങ്ങനെ കാണാൻ കഴിഞ്ഞു. എപ്പോ അതിനുപരി ദ സ്റ്റോൺ വെയർ ക്രോസസ് ലൈക്ക് സിംബൽസ് ദാറ്റ്. അതിനുപരി എന്തുണ്ട്? ഓരോ ടോംബിൻ്റെ മേലെയും ക്രോസസ്, കുരിശുകളുണ്ട്, കുരിശ് അടയാളങ്ങളുണ്ട്. ദാറ്റ് ഹാഡ് പുട്ട് എ ഫൈനൽ ആൻഡ് ടു ദ ലിവ്സ് ഓഫ് ദോസ് ഹൂ ലേ ബറീഡ്. മരണത്തിന് ശേഷം അവിടെ കിടക്കുന്ന, അവസാനമായി കിടക്കുന്ന അവരുടെ അടയാളം നിലയ്ക്ക് അവിടെ കുരിശുകളുണ്ട്. ദർ വെർ സിമ്പിൾ ടോം സ്റ്റോൺസ് നിയർ മാർബിൾ വൺസ്. വളരെ സിമ്പിളായിട്ടുള്ള മാർബിളിൻ്റെ, നല്ല മാർബിൾ കൊണ്ടാക്കിയ സ്റ്റോണിൻ്റെ അടുത്ത് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോണുകളുണ്ട്. ടോം സ്റ്റോൺസ് ഉണ്ട്. Were simple tombstone near and marble stone. Dukes and lords and ordinary workers and laborers had been buried side by side. പ്രഭുക്കന്മാരും രാജാക്കന്മാരും പ്രഭുകളും രാജകുമാരും രാജ്ഞിമാരും കൂടാതെ ഓർഡിനറി വർക്കേഴ്സ്, സാധാരണ പണിക്കാരും, ആൻഡ് ലേബറേഴ്സ്, തൊഴിലാളികളും ഹാഡ് ബീൻ ബറീഡ് ബൈ സൈഡ്, അടക്കം ചെയ്തത് അടുത്തടുത്താണ്. മരണത്തിൻ്റെ ആ സെമിത്തേരിയിൽ സ്ഥാനമാനങ്ങളൊന്നുമില്ല. എല്ലാവരെയും അടക്കം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അടുത്തടുത്താണെന്ന് പറയുന്നത്.
നെക്സ്റ്റ് ടു എ മാർബിൾ ടോംബ്, അടുത്തൊരു മാർബിൾ ടോംബ് on which the various honors and titles that the deceased had been awarded were listed. ആ ഡിസീസ്ഡ്, ആ മരിച്ച ആളുടെ അയാൾക്ക് കിട്ടിയ അവാർഡൊക്കെ അതിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ലിസ്റ്റാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വാസ് ദ ഷാഡോ ഓഫ് ദ വുഡൻ ക്രോസ്, മരം കൊണ്ടുള്ള ഒരു വുഡൻ ക്രോസ്, മരം കൊണ്ടുള്ള ഒരു കുരിശും അവിടെ ഉണ്ട്. എ ടോപ്പ് ദ ടോംബ് ഓഫ് എൻ അൺനോൺ പേഴ്സൺ, ഒരു അറിയപ്പെടാത്തൊരു വ്യക്തിയുടെ ഒരു പേര് അവിടെ കാണുന്നുണ്ട്. ഇയാൾ സെമിത്തേരിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാഴ്ചകൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. No person. The tomb of a virgin might lie close to that of butchered. ഒരു വെർജിൻ, the tomb of a virgin might lie close to that a butchered. ബുച്ചർ എന്ന് വെച്ചാൽ കശാപ്പുകാരൻ, ഒരു കശാപ്പുകാരന് അടുത്ത് കിടക്കുന്ന ഒരു വെർജിനായിട്ടുള്ള ടോംബിൻ്റെ അടുത്തുള്ള ഒരു കന്യകയായിട്ടുള്ള ഒരു കുട്ടിയുടെ അടുത്ത് കിടക്കുന്നത് ഒരു കശാപ്പുകാരനാണ്. Altogether the cemetery was a stage on which the light and shade പ്ലേ ഓഫ് ലൈഫ്. ഇതും ഒരു പ്രധാനപ്പെട്ട വരിയാണ്. ഓൾ ടുഗദർ ദ സെമിത്തറി വാസ് എ സ്റ്റേജ്, സെമിത്തറി ഒരു സ്റ്റേജാണ്. എന്ത് സ്റ്റേജാണ്? ഓൺ വിച്ച് ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് പ്ലേ ഓഫ് ലൈഫ്സ് മിസ്റ്ററി വാസ് ഇനാക്റ്റഡ്. ലൈഫ് ആൻഡ് ഷെയ്ഡ്, ജീവിതത്തിൻ്റെ നിഴലുകളും വെളിച്ചവും കാണിക്കുന്ന വളരെ ദുരൂഹമായ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സെമിത്തേരി എന്ന് പറയുന്നത്. ഈ ഒരു പേജ് സെമിത്തേരിയെക്കുറിച്ചുള്ള വർണ്ണന, സെമിത്തേരി ഉള്ളിൽ ചെന്നതിന് ശേഷമുള്ള വർണ്ണനയാണ്. ആദ്യത്തെ 2 പാരഗ്രാഫ് ബസ്സിലുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയായിരുന്നു. ശേഷമുള്ള വർണ്ണനയൊക്കെ ഈ സെമിത്തേരിയെ കുറിച്ചാണ്. ഇപ്പോൾ സെമിത്തേരി ഉള്ളിലുള്ള കാര്യങ്ങൾ നടന്നു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ്. There was always a crowd of people who come with flowers to remember the dead on the anniversary of their death. There was always a crowd of people. അവിടെ കുറച്ച് കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. Who came, അവർ വന്നത്, the flowers to remember the dead on the anniversary of death. മരണത്തിൻ്റെ ആനിവേഴ്സറിക്ക് അവിടെ പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി വന്ന ആൾക്കാരായിരുന്നു. The son at the tomb of the father, മകൻ അച്ഛൻ്റെ ശവകുടീരത്തിൽ വെക്കുന്നു. ദ ഫാദർ അറ്റ് ദ ടോംബ് ഓഫ് ദ സൺ, അച്ഛൻ മകൻ്റെ ശവകുടീരത്തിൽ വെക്കുന്നു. ദ ലവർ ഇറപ്റ്റ് സൈസ് ഓവർ ദ മെമ്മറീസ് ഓഫ് ഹിസ് ലവ്. ദ ലവർ, പ്രണയിനി, കാമുകിയുടെ ഓർമ്മയിൽ അവിടെ എങ്ങനെ വെക്കുന്നു. ദ ഗേൾ ടു ഓഫർ ടിയർഫുൾ ട്രിബ്യൂട്ട്സ് ടു ഹെർ ബിലൗഡ്, പെൺകുട്ടി അവിടെ ബിലൗഡ്, ഏറ്റവും പ്രിയതമന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു, കണ്ണീരോടെ സമർപ്പിക്കുന്നു. ദ വൈഫ് വിത്ത് ബൊക്കെ ഓഫ് ലവ് ഫോർ ദ ഡെഡ് ഹസ്ബൻഡ്, മരിച്ച ഭർത്താവിൻ്റെ ടോംബിൻ്റെ ടോംബിൻ്റെ മുകളിൽ ഭാര്യ പുഷ്പചക്രം അർപ്പിക്കുന്നു. ദ ഏജ്ഡ് ഹസ്ബൻഡ് ഓഫറിങ് ഹിസ് ഹാർട്ട് അറ്റ് ദ ടോംബ് ഓഫ് ഹിസ് ലോങ് ഡെഡ് ബിലൗഡ്, ദീർഘകാലമായി മരിച്ച ഒരു പ്രായം ചെന്ന ഒരാൾ അവരുടെ അവിടെ ഇത് വെക്കുന്നു, ടോംബിൻ്റെ അവിടെ പൂക്കൾ വെക്കുന്നു. യെസ്, അതെ, സെമിത്തറീസ് കുഡ് ബി ഡിസ്ക്രൈബ് ആസ് ദ സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് വരിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെമിത്തറീസ് കുഡ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ്. സെമിത്തറി എന്താണ് നമുക്ക് വിവരിക്കാൻ പറ്റും? സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻ, നമ്മുടെ വികാരങ്ങളുടെ ശാന്തമായ യുദ്ധക്കളമാണ് ഈ സെമിത്തറി എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് വിവിധ തരം, നമ്മുടെ പ്രിയതമനെ കാണുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ വികാരങ്ങൾ, വിവിധ തരം ഇമോഷനുകൾ അവർക്ക് അവിടെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് കാണാൻ പറ്റും. ബാറ്റിൽ ഫീൽഡ്, വിചാരങ്ങളുടെ യുദ്ധക്കളമാണ് സെമിത്തറി എന്ന് പറയുന്നത്. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ടവർ അവിടെ കാണുമ്പോൾ നമ്മളറിയാതെ വിവിധ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകും, വിവിധ ഓർമ്മകളിലേക്ക് നമ്മൾ ഓടിത്തും. നെക്സ്റ്റ് പാരഗ്രാഫ്. I was standing under the shade of a poplar tree. ഞാൻ പോപ്പുലർ ടീയുടെ ഷെയ്ഡിങ്ങിൻ്റെ അവിടെ നിന്നു. എ മ്യൂട്ട് ഒബ്സർവർ, ഒരു മ്യൂട്ട് ഒബ്സർവർ, വളരെ നിശബ്ദനായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളെ പോലെ. ദ ബൊക്കെ വാസ് സ്റ്റിൽ ഇൻ മൈ ഹാൻഡ്സ്, ഞാൻ അവിടെ നിൽക്കുമ്പോഴും ദ ബൊക്കെ വാസ് സ്റ്റിൽ ഇൻ മൈ ഹാൻഡ്സ്, ബൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഐ വാസ് നോട്ട് ഏബിൾ ടു ഡിസൈഡ് വേർ ടു പ്ലേസ് ഇറ്റ്. ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇത് എവിടെ ഇപ്പം പ്ലേസ് ചെയ്യേണ്ടത്, വേർ ടു പ്ലേസ് ഇറ്റ്. ഞാൻ ഇതുവരെ തീരുമാനിച്ചാൽ ബൊക്കയും പിടിച്ചിങ്ങനെ നടക്കുകയാണ്. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ സോ എ ഓൾഡ് ലേഡി വിത്ത് ഹ്യൂജ് ബൊക്കെ ക്രൈഡിൽ ഇൻ ഹെർ ആംസ്. ഈ സമയത്താണ് പ്രായം ചെന്ന ഒരു ലേഡി ഹ്യൂജ് ബൊക്കെ ക്രൈഡിൽ തൊട്ടിലുമായിട്ട്, ഒരുപാട് ബൊക്കകൾ തൊട്ടിലുമായിട്ട് ആട്ടിക്കൊണ്ടൊരു സ്ത്രീ അവിടേക്ക് നടന്നു വരുന്നത്, പ്രായമുള്ളൊരു സ്ത്രീ വരുന്നത് ഞാൻ ശ്രദ്ധിക്കുകയാണ്. ആൻ ഓൾഡ് മാൻ, കൂടെ ഒരു പ്രായം ചെന്ന ആളുമുണ്ട്. വിത്ത് എ വാക്കിംഗ് സ്റ്റിക്ക്, അയാളൊരു വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നത്, ഊന്നുവടി ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഫോളോഡ് ഹെയർ. ദേ കെയിം ടുവേർഡ്സ് ദ ട്രീ, അവർ ആ മരത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഐ കുഡ് ദെൻ സീ ദാറ്റ്, എനിക്ക് അവർ കാണാൻ പറ്റി. ദ ഓൾഡ് മാൻ വാസ് ക്യാരിങ് എ ന്യൂ ടോയ്. ഓൾഡ് മാൻ ഒരു പുതിയ ടോയ്, ഒരു പാവ കയ്യിലുണ്ട്.
എൻ എയറോപ്ലെയിൻ ഓഫ് സിൽവറി വൈറ്റ് കളർ. ഒരു എയറോപ്ലെയിനാണ്, ഒരു സിൽവർ വൈറ്റ് കളറാണുള്ളത്. എയറോപ്ലെയിനെ പറ്റി ഇപ്പോൾ പറയുന്നില്ല, ഇന്നലെ മെനയാന്ന് സംഭവിച്ച അതിദാരുണമായ ദുരന്തമാണ്. അതിന് മരണത്തിൽ നമുക്ക് ദുഃഖം രേഖപ്പെടുത്താം. എയർപ്ലെയിന് ഈ പ്രായമുള്ള ആൾ ഇതും കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് 5. They stopped at a small grave, flowering creepers grew beside it. അവരൊരു ചെറിയൊരു സ്മോൾ ശവകുടീരത്തിൻ്റെ അവിടെ എത്തി. അതിന് ഫ്ലവറിങ് ക്രീപ്പേഴ്സ് എഴിഞ്ഞ് പടർന്നു വന്നിരിച്ച വയറുകൾ, വള്ളി ചെടികൾ അയാൾ പിടിച്ചു മാറ്റി. ദ ഓൾഡ് ലേഡി പ്ലേസ് ദ ബൊക്കെ ടു വൺ സൈഡ്. ആ പ്രായം ചെന്ന സ്ത്രീ ബൊക്കെ അതിൻ്റെ ഒരു സൈഡിൽ വെച്ചു. ആൻഡ് ക്ലീൻ ദ ടോപ്പ് സ്റ്റോൺ വൃത്തിയാക്കി, ക്ലീൻ ചെയ്തു. ദ ഓൾഡ് മാൻ പിക്ക്ഡ് അപ്പ് all the dry flowers and leaves lying around and threw them away. The old man picked up. ആ പ്രായം ചെന്ന ആളെല്ലാം picked up, എല്ലാം എടുത്തു കളഞ്ഞു. All dry flowers, മുമ്പ് വെച്ച ഉണങ്ങിയ പൂക്കൾ എടുത്തു കളഞ്ഞു. And leaves lying around and threw them away. അതിൻ്റെ ചുറ്റിലുള്ള ഒക്കെ എടുത്തു കളഞ്ഞിട്ട് എല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. At the head of the tombstone, അതിൻ്റെ tombstoneൻ്റെ ഹെഡ് തലഭാഗത്ത്, and ran her hand over it, അതിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു. ആസ് ഇഫ് ഷീ വെർ അഫെക്ഷനേറ്റ്ലി പാറ്റിംഗ് എ സ്മോൾ ബോയ്. അതിൻ്റെ തലഭാഗത്തേക്ക് ചെന്നിട്ട് ആ സ്ത്രീ അടുത്ത് ചെന്നിട്ട് പാഷനേറ്റ്ലി പാറ്റിംഗ്, ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ സംസാരിക്കുക, പാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വായാടിത്തുള്ള മലയാളം. ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, എന്തൊക്കെയോ ഇങ്ങനെ പറയാൻ തുടങ്ങി ഈ ടോംബിനോട് തുടങ്ങി. ആസ് ഇഫ് ഷീ വെർ അഫെക്ഷനേറ്റ്ലി പാറ്റിംഗ് ദ സ്മോൾ ബോയ്, ഒരു ചെറിയ ആൺകുട്ടിയോട് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. The old man wound up the toy plane and placed it on the ground where it began to run around making quiet din. അതേപോലെ തന്നെ ഈ പ്രായം ചെന്ന അയാൾ കൊണ്ടുപോയിട്ടുള്ള ആ എയറോപ്ലെയിൻ അവിടെ വെച്ചിട്ട് യാതൊരു ശബ്ദകോലാഹലം ഉണ്ടാക്കാതെ അതിന് ചുറ്റും നടന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. The old man gave a satisfied smile. ഓൾഡ് മാൻ ഈ സമയത്ത് വളരെ സന്തോഷകരമായൊരു ചിരി അവിടെ സമ്മാനിച്ചു. Got up, എഴുന്നേറ്റു. and placed the toy among the flowering creepers. ആ ടോയ് ഫ്ലവറിങ് ക്രീപ്പേഴ്സ്, എഴിഞ്ഞു വന്ന പുല്ലുകളൊക്കെ മാറ്റി അതിൻ്റെ അടുത്ത് ടോയ് അവിടെ വെച്ചു. ചിക്കോ ബോണോ നോട്ടേ ഹി ബൈഡ് ചിക്കോ ഗുഡ് നൈറ്റ്. ചിക്കോ ബോണോ നോട്ടേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം അതിന് ഗുഡ് നൈറ്റ് പറഞ്ഞു, ശുഭരാത്രി പറഞ്ഞു. ദ ലേഡി ഓൾസോ ഗോട്ട് അപ്പ് ആൻഡ് ബെയ്ഡ്. സ്ത്രീയും അതേപോലെ തന്നെ എഴുന്നേറ്റ് ബെയ്ഡ്, ടാറ്റ പറഞ്ഞു. ചിക്കോ ഗുഡ് നൈറ്റ്, ചിക്കോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. The old couple went away from there without having shed any tears or made any scenes. ആ വൃദ്ധ ദമ്പതികൾ അവിടുന്ന് മെല്ലെ പോയി. അവരുടെ കണ്ണിരുന്ന് യാതൊരു കണ്ണുനീരോ ഒന്നും ഒറ്റിക്കാതെ, എന്തെങ്കിലും ബാഡ് സീനോ എന്തെങ്കിലും ഒരു രംഗം, അനാവശ്യമായ രംഗങ്ങൾ സൃഷ്ടിക്കാതെ അവരവിടുന്ന് രണ്ടുപേരും അവിടുന്ന് പോയി. നെക്സ്റ്റ് പാരഗ്രാഫ്. ആഫ്റ്റർ ദേ ഡിസപ്പിയർഡ് ഫ്രം വ്യൂ, അവർ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞതിന് ശേഷം, ഐ സ്ലോലി അപ്രോച്ച്ഡ് ദ ഗ്രേവ് ആൻഡ് റീഡ് വാട്ട് വാസ് എച്ച്ഡ് ദർ. എന്താണ് അവിടെ കൊത്തി വെച്ചത്, എഴുതി വെച്ചത് എന്താണ്? ഞാൻ മെല്ലെ അതിനടുത്തേക്ക് ചെന്ന് നോക്കി. ചിക്കോ പിസാനി എഴുതി വെച്ചതാണ്. ചിക്കോ പിസാനി കുട്ടിയുടെ പേരാണ്. ബോൺ 1906, 1906, ഡെത്ത് 1915. So the old couple was coming to see the bedroom of their son who had died 35 years ago. കഴിഞ്ഞ 35 വർഷമായിട്ട് മരിച്ച അവരുടെ മകൻ അവരുടെ ബെഡ്റൂമിൽ കിടക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് ഇവർ രണ്ടുപേരും ഇവിടെ വന്നത്, ഈ ഓൾഡ് ദമ്പതിമാർ ഇവിടെ വന്നത്. ദേ മൈറ്റ് ബി ലെഡ് ബൈ ദ ബിലീഫ്, അവരിപ്പോഴും നയിക്കുന്ന വിശ്വാസം, ദാറ്റ് ദർ 9-year-old സൺ വാസ് ലൈങ് അസ്ലീപ് ദർ. അവരുടെ 9 വയസ്സുള്ള കുട്ടി ഇപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. ദേ ഡിഡ് നോട്ട് സീം ടു റിയലൈസ് ദാറ്റ് ഇഫ് ദർ സൺ വെർ അലൈവ് he would have been a middle-aged man of 44 years. അവരിപ്പോഴും വിശ്വസിക്കുന്നില്ല അവരുടെ 9 വയസ്സുള്ള മകൻ ഇപ്പോഴും ജീവിക്കുകയായിരുന്നെങ്കിൽ 44 വയസ്സായിട്ടുണ്ടാവുമെന്ന് അവരിപ്പോഴും വിശ്വസിക്കുന്നേയില്ല, അവർക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. For them, Chico would always be a small boy. അവരെ സംബന്ധിച്ചിടത്തോളം ചിക്കോ ഇപ്പോഴും ഒരു സ്മോൾ ബോയ്, ചെറിയ കുട്ടിയാണ്. ക്രേസി അബൌട്ട് ന്യൂ ടോയ്സ്, പുതിയ ടോയ് കൊണ്ട് കളിക്കുന്ന ഒരു ചെറിയ കുട്ടി. ഐ പ്ലേസ്ഡ് മൈ ബൊക്കെ, ഈ സമയത്ത് ഞാൻ എൻ്റെ ബൊക്കെ അവിടെ വെച്ചു. അടുത്ത ടോമ്പിനടുത്ത് വെച്ചു.
that had immortalized Chico's childhood. അനശ്വരനായ ചിക്കോയുടെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി അവരുടെ ഓർമ്മയിൽ ഞാൻ അനുദപിച്ചുകൊണ്ട് ആ ബൊക്കെ ഞാൻ അവിടെ വെച്ചു. ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും തുടരും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എത്ര പേര് ഇതിനകത്ത് ആവശ്യക്കാരുണ്ട് എന്നൊന്ന് മനസ്സിലാകുമായിരുന്നു. എന്തായാലും അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി വീഡിയോ തുടരുന്നതാണ്. താങ്ക് യു ഓൾ.